ആദ്യമായി ഈ ആശ്രമത്തിലെത്തുമ്പോൾ നമുക്ക് മനുഷ്യനും പ്രകൃതിയും ഒന്നാവുന്ന ഒരു വികാരമാണ് ഉണ്ടായത്. വളരെ നല്ലൊരു അന്തരീക്ഷം, അതെന്നെ ഏറെ ഇഷ്ടപ്പെട്ടു. പിന്നീട് ഇവിടുത്തെ ഗൈഡ് അവരും നല്ല സമീപനമാണ് നമ്മളോട് ഉണ്ടായത്. കുട്ടികൾക്ക് ലഘുഭക്ഷണം കൊടുത്തു. അതുകൂടാതെ ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്, ശ്രുതി ടീച്ചറെ കുട്ടികളെ കയ്യിലെടുക്കാൻ വേണ്ടി ശ്രുതി ടീച്ചർ ആദ്യം നടത്തിയ ക്ലാസ് വളരെ നന്നായിരുന്നു. ഇപ്പോൾ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, നമ്മൾ വിചാരിക്കാത്ത തരത്തിലുള്ള ഉത്തരം കുട്ടികളിൽ നിന്നുണ്ടായി. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് നമുക്ക് സന്തോഷം കൂടുതലുണ്ടാകുന്നത്. അപ്പം പിന്നെ പ്രത്യുപകാരം എന്ന ഒരു മനോഭാവം കുട്ടികളിൽ ഉണ്ടാക്കാൻ വേണ്ടി ടീച്ചർ നല്ലൊരു കഥ പറഞ്ഞു. അത് കുട്ടികളെ ഹൃദയത്തിൽ തൊട്ട് സ്പർശിച്ച ഒന്നായിരുന്നു. രണ്ടാമത് ശ്രീധരൻ സാറിൻ്റെ ക്ലാസ്സിൽ സൂര്യനും മനുഷ്യനും തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധം, സൂര്യനും മനുഷ്യനും തമ്മിൽ എന്തൊക്കെ ബന്ധമുണ്ട്, അത് പിന്നെ ആദ്യം തന്നെ ഹരിത സസ്യങ്ങളിൽ തുടങ്ങി സാറ് നന്നായിട്ട് അത് അവതരിപ്പിച്ചു. നമ്മൾക്ക് തന്നെ ഒരു പുതിയ അറിവായിരുന്നു. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഇത് പറയുന്നത് സൂര്യനെ ആസ്പദമാക്കിയാണ് നമ്മളത് പറയുന്നത്. അപ്പം എല്ലാവർക്കും, പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഊർജ്ജം നൽകുന്നത് സൂര്യനാണ്. ആ സൂര്യൻ്റെ നാമധേയത്തിലാണ് നമ്മൾ എപ്പോഴും ഇത് പറയുന്നത്. അത് നമ്മളിലും സന്തോഷം ഉണ്ടാക്കി. പിന്നെ സാറ് രണ്ടാമത് നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അതിനെക്കുറിച്ച് നല്ലൊരു ചർച്ചയുണ്ടായി, ഗ്രൂപ്പ് തലത്തിൽ ചർച്ചയുണ്ടായി, ക്രോഡീകരണം നടന്നു. മൂന്നാമത് ഇപ്പോൾ സാറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് പിന്നെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ സമാധാനക്കേട് ഉണ്ടാകുന്നത്, അതിൽ കുട്ടികൾ നല്ല പങ്കാളികളാവുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഒരു ദിവസം ഈ ധന്യമുഹൂർത്തം തന്നെയാണ്. അതിന് ഈ ആശ്രമത്തിലെ എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ടീച്ചർ എഴുതാൻ പറഞ്ഞപ്പോൾ അതിൽ എഴുതി ഫസ്റ്റ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ടായിരുന്നു. പിന്നെ മാഷി സൂര്യനെ കുറിച്ചൊക്കെ കുറേ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. മാഷി പിന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിൽ ചിലതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മാഷി സമാധാനത്തിനെ കുറിച്ച് കുറേ പറഞ്ഞു തന്നായിരുന്നു. അതിൽ കുറേ എണ്ണം എനിക്ക് മനസ്സിലായി. നമസ്കാരം, എൻ്റെ പേര് നാനീത. ഞാൻ സെൻറ് ആൻഡ് സേവിയർ സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ മാഷ് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തന്നു. അതിനു മുമ്പ് ടീച്ചർ നമുക്ക് കുറേ ചോദ്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ മാഷ് നല്ല നല്ല പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു. നമ്മളിപ്പോൾ ഇല്ല എന്ന് പറയണമെങ്കിൽ ആക്കാൻ പാടില്ല, നമ്മൾ വായ തുറന്ന് സംസാരിക്കാൻ പഠിക്കണം. മാത്രമല്ല നമ്മളെല്ലാവരും തുല്യരാണ്. പിന്നെ നമുക്കിപ്പോൾ എങ്ങനെ സമാധാനക്കേടുണ്ടാകുന്നതൊക്കെ പറഞ്ഞു തന്നു. സമാധാനക്കേട് എങ്ങനെ നമ്മൾ പരിഹരിക്കണമെന്നും പറഞ്ഞു തന്നു. അപ്പോൾ ರೀತಿಲಿ ಸಂತೋಷ ಕಿಟ್ಟು മനസ്സിലായ അത് ടോപ്പിക് ഏതെല്ലാം രീതിയിൽ സന്തോഷപ്പെട്ടു. എക്സാമ്പിൾ തരാം. ഇപ്പൊ ആരോ നല്ല ഗസ്റ്റ് വന്നാലേ നമുക്ക് സന്തോഷമാവും. പിന്നെ ആരെങ്കിലും നിങ്ങൾ നല്ല കാര്യം ചെയ്താൽ ഓ നീ നല്ലത് ചെയ്ത് പറഞ്ഞാലേ സന്തോഷപ്പെട്ടു. പിന്നെ എവിടെയോ പോകുമ്പോൾ ബസ് ട്രെയിന് കറക്റ്റ് ടൈമിൽ കിട്ടിയാൽ നമുക്ക് സന്തോഷപ്പെട്ടു. ഇങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടും. അത് ആർക്കെങ്കിലും നമ്മൾ ഏതെങ്കിലും കൊടുത്താലേ സന്തോഷം കിട്ടും. ആരെങ്കിലും നമുക്ക് ഏതെങ്കിലും കൊടുത്താലേ സന്തോഷം കിട്ടും. നമ്മൾ കൊടുത്താലും കിട്ടും, നമ്മൾ വാങ്ങിയാലും കിട്ടും. അങ്ങനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് സന്തോഷം കിട്ടും അത് എഴുതണം. ഓക്കെ, ഏത് ഗ്രൂപ്പ് ജാസ്തി പോയിന്റ് എഴുതുന്ന ആ ഗ്രൂപ്പ് വിന്നിങ് ഗ്രൂപ്പ്. ഓക്കെ, നമ്മൾ അവർക്ക് ക്ലാപ്പ് കൊടുക്കണം. ഓക്കെ, തുടങ്ങുമോ? ഇപ്പോൾ 5 മിനിറ്റ് തരും. ഇപ്പോൾ 2 minutes to 11 o'clock. 11 o'clock 3 minutes സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, 5 minutes സ്റ്റാർട്ട്. സഹായിക്കുമ്പോൾ, നല്ല കാര്യം ചെയ്യുമ്പോൾ, കൃത്യസമയത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ, ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോൾ, യാത്രകൾ ചെയ്യുമ്പോൾ, അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, മത്സരങ്ങളിൽ വിജയിച്ചാൽ, പഠിക്കാനുള്ളവ പഠിച്ചു തീരുമ്പോൾ,
ടീച്ചറെ സന്തോഷിപ്പിച്ചാൽ, പുതിയ സാധനങ്ങൾ കിട്ടുമ്പോൾ, നല്ല ഭക്ഷണം കിട്ടുമ്പോൾ, അമ്മ പറഞ്ഞത് അനുസരിക്കുമ്പോൾ, പരീക്ഷയിൽ ജയിക്കുമ്പോൾ, കുടുംബത്തെ സന്തോഷിപ്പിക്കുമ്പോൾ, കളിക്കുമ്പോൾ. അപ്പൊ ഈ ഗ്രൂപ്പ് വിന്നിംഗ് ഗ്രൂപ്പ് എല്ലാവരും ക്ലാപ്പ് ചെയ്യാം. ഇപ്പൊ പറ. നമ്മൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുന്നു. നമ്മൾക്ക് എന്ത് തരുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. നമ്മൾ കാഴ്ച കാണുമ്പോൾ ഒരു സന്തോഷമുണ്ടാകുന്നു. എവിടെയെങ്കിലും പോകുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ജയിച്ചാൽ സന്തോഷമുണ്ടാകുന്നു. നമ്മൾ പാർക്കിൽ പോയാൽ സന്തോഷം. ശബാഷ്. ഇപ്പൊ പറ. ഒച്ചത്തില്. ചോക്ലേറ്റ് കിട്ടുമ്പോൾ, മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ, വൈകല്യമുള്ളവരെ സഹായിക്കുമ്പോൾ, ജീവജാലങ്ങളെ സഹായിക്കുമ്പോൾ, പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടുമ്പോൾ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, നമ്മൾ നട്ട ചെടി വളരുമ്പോൾ, നമ്മൾ വിചാരിക്കാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമ്പോൾ, സ്കൂൾ അവധിയാകുമ്പോൾ, ടൂർ പോകുമ്പോൾ, കൂട്ടുകാരുടെ അടുത്ത് കളിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുമ്പോൾ. നമ്മൾ ആരെങ്കിലും സഹായിക്കുമ്പോൾ, നമ്മൾക്ക് ആരെങ്കിലും സമ്മാനം തരുമ്പോൾ, അന്യർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, യാത്രാ സമയത്ത് നല്ല കാഴ്ചകൾ കാണുമ്പോൾ, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ, മുതിർന്നവരുടെ ബഹുമാനം കാണിക്കുമ്പോൾ, വൃദ്ധരെ അഭയം നൽകി സഹായിക്കുന്നു, ആരുമില്ലായിരിക്കുമ്പോൾ തുണയായി വരുമ്പോൾ, ആരെങ്കിലും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമ്പോൾ, ടീച്ചർ അഭിനന്ദിക്കുമ്പോൾ, നമ്മൾ നല്ല നിലയിൽ എത്തുമ്പോൾ, അച്ഛനമ്മമാരെ ബഹുമാനിക്കുന്നു. അച്ഛന്റെയും അമ്മയുടെയും കുടുംബക്കാരുടെയും കൂടെ ഇരിക്കുമ്പോൾ, പിറന്നാൾ ദിവസം ആഘോഷങ്ങൾക്ക് ടൂറ് പോകുമ്പോൾ, സഹായം ചെയ്യുമ്പോൾ, കൂട്ടുകാരുടെ കൂടെ കളിക്കുമ്പോൾ, എല്ലാവരുടെയും സ്നേഹം ലഭിക്കുമ്പോൾ, ഇഷ്ടപ്പെട്ട വസ്തുക്കൾ കിട്ടുമ്പോൾ, വീട്ടിലുണ്ടാകുമ്പോൾ, എല്ലാ സൗകര്യങ്ങൾ കിട്ടുമ്പോൾ, സൈക്കിൾ മേടിക്കുമ്പോൾ. റെഡിയല്ല. അപ്പം മരങ്ങവെള്ളം കഴിച്ചു, ബിസ്ക്കറ്റ് കഴിച്ചു, ഉച്ചക്കത്തെ ഭക്ഷണം റെഡി. അപ്പൊ എന്താ വേണ്ടേ? ഒന്നും വേണ്ട. ഇതുവരെ കണ്ടില്ലേ? അമ്പലം ഉണ്ടോ? അതെവിടെ? നേരെ ഇങ്ങോട്ട് വന്നതാണോ? ഒന്നും കണ്ടില്ല. ഗാലറി കണ്ടു. അപ്പം ഗാലറിയിൽ കണ്ട എന്തെങ്കിലും ഓർമ്മയുണ്ടോ? അവിടെ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും അതിൽ ഇപ്പൊ നമ്മളൊരു പുസ്തകം ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എല്ലാം ഓർമ്മയുണ്ടാവും? ഇല്ല, കുറച്ച് എന്തെങ്കിലും ഓർമ്മയുണ്ടാവും. ഒരു കഥ വായിച്ചാലും അതിൽ 1-2 വാചകമൊക്കെ നമുക്ക് നല്ല ഓർമ്മയുണ്ടാവും. ഇപ്പൊ ഞാനൊരു 10-20 വർഷം മുന്നേ വായിച്ചൊരു കഥയിൽ ഇപ്പൊ എനിക്ക് കഥ എഴുതിയത് ആരാണെന്ന് ഓർമ്മയില്ല, പക്ഷെ കഥയുടെ പേര് ഓർമ്മയില്ല, ഏത് വീക്കിലിയാണെന്ന് ഓർമ്മയില്ല, പക്ഷെ കഥയിൽ ഒരു വരി ഓർമ്മയുണ്ട്. ഉണരുന്നതിന് വേണ്ടി ഉറങ്ങണമല്ലോ എന്ന് കരുതി ഇരുട്ടിനെ നോവിക്കാതെ പതിയെ കണ്ണടച്ചു. അതേ ഓർമ്മയുള്ളൂ. ആ കഥയുടെ എല്ലാ സംഘർഷങ്ങളും ഇതൊക്കെ ആ ഒരു വരിയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ്? ഉണരുന്നതിന് വേണ്ടി ഉറങ്ങണമല്ലോ എന്ന് കരുതി ഇരുട്ടിനെ നോവിക്കാതെ പതിയെ കണ്ണടച്ചു. ഇതേ ഓർമ്മയുള്ളൂ. അപ്പൊ അതുമാതിരി എന്തെങ്കിലും അവിടെ കുറെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു വാക്കെങ്കിലും ഓർമ്മയുണ്ട്? പറഞ്ഞോ. പാപ്പാജി. ശരി, പാപ്പ സ്വാമി രാംദാസ്. പിന്നെ സന്യാസി. പിന്നെ ശ്രീരാം ജയരാം മന്ത്രങ്ങൾ. നാമധ്യാന സേവ അങ്ങനെ എഴുതി. പിന്നെ അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ട് വേറെന്തോ ഉണ്ടായിരുന്നു, കുറച്ച് വലുതായിട്ട്. ഏറ്റവും ആ കയറുന്നിടത്ത് ആ കുട പോലെ അംബ്രല്ല എന്താ? നമ്മളിലേക്ക്. എന്നിൽ നിന്ന് നമ്മളിലേക്ക്. എന്താ എന്നിൽ നിന്ന് നമ്മളിലേക്ക് എന്ന് വെച്ചാ അറിയില്ല അല്ലെ? പക്ഷെ കുഴപ്പമില്ല. നമ്മളിലുള്ള കാര്യങ്ങൾ എന്നിൽ നിന്ന് നമ്മളിലേക്ക്. നോക്കാം നമുക്ക്. ഇപ്പൊ അറിയില്ല ഒരു കാര്യം, നമുക്ക് അറിയില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് എനിക്ക് വരണം, എനിക്ക് നിങ്ങളുടെ വീട് അറിയില്ല. അപ്പൊ ഞാൻ എന്താ വേണ്ടേ? ചോദിച്ചു പോവാം. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം അല്ലേ? ചോദിച്ചു പോവാം. റെഡി അല്ലേ? ശരി. അപ്പൊ ആദ്യത്തെ ചോദ്യം, ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യം പറഞ്ഞത് എന്താണ്? ഗുഡ് മോർണിംഗ്. ശരി. അടുത്ത ചോദ്യം വരുന്നു, എന്തിനാണ് ഗുഡ് മോർണിംഗ് പറയുന്നത്? നല്ല ദിവസം ആശംസിക്കാൻ, പിന്നെ ഉണർവ് കിട്ടാൻ, പിന്നെ നല്ല തുടക്കമാവാൻ, പിന്നെ എന്തിനാണ് ഗുഡ് മോർണിംഗ്? ബഹുമാനിക്കാനാണ്. ശരി, നമുക്ക് ബഹുമാനിക്കാനാണ്.
അല്ലേ? സാധാരണ എല്ലാവരും. അപ്പൊ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? അങ്ങനെ മതി മതി ശ്രുതി. അപ്പൊ ആരെയാണ് ബഹുമാനിക്കേണ്ടത്? മുതിർന്നവരെ. അപ്പൊ ഇവിടെ ആരാണ് ആദ്യം പറഞ്ഞത്? ആദ്യം ആരാണ് ഇവിടെ? ഇപ്പൊ ആരാണ് ആദ്യം ഗുഡ് മോർണിംഗ് പറഞ്ഞത്? അപ്പൊ ആരാണ്? നിങ്ങളാണോ മുതിർന്നത്? ഞാനാണ്. അപ്പൊ മുതിർന്നവരെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് പറഞ്ഞ് ഞാനാണ് പക്ഷെ ആദ്യം പറഞ്ഞത്. അതെന്തിനാണ്? കുട്ടികളെയും ബഹുമാനിക്കണം. നിങ്ങൾ തന്നെ പറഞ്ഞു മുതിർന്നവരെയാണ് ബഹുമാനിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ശരിയാവും. എന്ത് പറഞ്ഞു? വെരി ഗുഡ്. എല്ലാവരും തുല്യത. അപ്പൊ അത് എങ്ങനെയായിരിക്കും? വെറുതെ പറഞ്ഞാൽ മതിയോ എല്ലാവരും തുല്യരാണെന്ന്? വെറുതെ പറഞ്ഞ പോരാ. അതിന് അത് അവിടെ നിന്നോട്ടെ. ഗുഡ് മോർണിംഗ് മാത്രമാണോ പറയുന്നത്? പിന്നെന്ത് പറയും? അല്ല, ഇതിന്റെ തന്നെ വേറൊരു വെറൈറ്റി പറയുന്നില്ല. പിന്നെ ശരി, ബഹുമാനിക്കാനാണെങ്കിൽ ഇത് എന്തിനാണ് മാറി മാറി പറയുന്നത്? ഓരോ സമയത്തിനനുസരിച്ചാണ്. അപ്പൊ സമയവും ബഹുമാനവും തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവോ? അപ്പൊ അതെങ്ങനെ ശരിയാവും? ചോദിച്ചു പോവാ അല്ലെ? ഇപ്പൊ അറിയില്ല നമുക്ക്. ചോദിച്ചു സമയം ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? സൂര്യനും വീട്ടിക്കന്മാരാണ്. അപ്പൊ സൂര്യനും ബഹുമാനം തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവോ? പിന്നെ അറിയില്ല നമുക്ക്. സൂര്യ നമസ്കാരം. സൂര്യന് നമസ്കരിക്കുന്നുണ്ട്, ശരി. പക്ഷെ നമ്മളിപ്പോ ഇവിടെ ഗുഡ് മോർണിംഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ സൂര്യനും ബഹുമാനം തമ്മിൽ വല്ല ബന്ധം ഉണ്ടാവും? അറിയില്ല അല്ലേ? അപ്പൊ എന്താ വേണ്ടേ? അറിയില്ല. ചോദിച്ചു പോവാ. അപ്പൊ സൂര്യൻ കൊണ്ട് നമുക്കുള്ള ഉപയോഗം എന്തൊക്കെയാണ്? പ്രകാശം കിട്ടും. എന്തിനാ? അത് കുറെ വലിയ വാക്കാണല്ലോ. എന്താ അതിനെ കൊണ്ട് കാര്യം? എന്താ പ്രകാശ സംശ്ലേഷണം. ആരാ പറയാ? എന്താ പ്രകാശ സംശ്ലേഷണം? എന്താണ്? ശരിയാ പറഞ്ഞത്, ശരിയാണ്. കുഴപ്പമില്ല. 6ാം ക്ലാസ് അല്ലേ? പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ. എന്താണ് അത്? ചെറുതായിട്ട് പറഞ്ഞാൽ മതി. എന്താണ് പ്രകാശ സംശ്ലേഷണം? സൂര്യരശ്മികളെ ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കുന്നതാണ്. ഭാഷ കയ്യടി കൊടുത്തേ. ഗുഡ് ആഫ്റ്റർനൂൺ പറയുമ്പോൾ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവണം. നമ്മളെല്ലാം ഒരു ചൈതന്യത്തിന്റെ മക്കളാണ്. ഒരു ഉറവിടത്തിൽ നിന്നാണ്. നമ്മളിൽ ഭിന്നഭേദങ്ങളില്ല എന്ന് നമുക്ക് അറിയാനാവണം ഗുഡ് മോർണിംഗ് പറയുമ്പോൾ. മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് അത് മനസ്സിൽ കരുതി ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ്. ഗുഡ്. സ്കൂൾ ബസ്സിലാണ് വന്നത്? ബസ് അവിടെ കണ്ടില്ലല്ലോ. ശരി. അപ്പൊ ഇനി അടുത്ത ചോദ്യം വരുന്നു. വരട്ടല്ലേ? എന്തിനാണ് പഠിക്കുന്നത്? അറിവ് നേടാൻ. വെരി ഗുഡ്. അറിവ് നേടിയിട്ട് ജോലി കിട്ടിയിട്ട് അത് മാത്രാണോ? എന്ത് മെച്ചപ്പെട്ട ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? എങ്ങനെയാണ് മെച്ചമാവുക ജീവിതം? നല്ലവരായി എങ്ങനെയാണ് നല്ലവരാകുക? നല്ലതാവുക എന്നല്ലെങ്കിൽ ഒരു ഗുണം പറയാം. എന്തിനാ എല്ലാവരെയും സഹായിക്കുന്നത്? നമുക്ക് മൊത്തം ജീവിച്ചാൽ പറ്റും. നേരത്തെ പറഞ്ഞില്ലേ? പാവപ്പെട്ടവരെ സഹായിക്കാം. എല്ലാരും തുല്യരാണോ? എല്ലാ ജീവികൾക്കും ഭൂമിയിൽ അവകാശം. പക്ഷെ നോക്ക്, ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാണ്. ഇപ്പൊ നമ്മൾ ഈ സ്വർണ്ണകരിയിൽ നിന്ന് സ്വർണം എടുക്കുന്ന പോലെ ഒന്നും ഉത്തരം തരേണ്ടതില്ല. നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി സ്വാഭാവികമായി തോന്നുന്ന ഉത്തരങ്ങൾ പറയാം. പരീക്ഷയ്ക്ക് തയ്യാറാവുന്നതിന് ഒരു തോന്നൽ ഉണ്ടാവില്ല ജീവിതത്തെ കുറിച്ച്. അപ്പൊ എങ്ങനെ ജീവിക്കണം? നിങ്ങൾ അറിവ് നേടുന്നത്, പഠിക്കുന്നത് അറിവ് നേടാനാണ്. അറിവ് നേടുന്നത് ജോലി കിട്ടാനാണ്. ജോലി കിട്ടുന്നത് പണം ഉണ്ടാക്കാനാണ്. പണം ഉണ്ടാക്കുന്നത് ജീവിക്കാനാണ്. അപ്പൊ എങ്ങനെ ജീവിക്കണം? അത് ഇപ്പൊ ഇതൊന്നും ചെയ്യുന്നില്ല. നല്ല കാര്യങ്ങളൊന്നും ചിലവരൊക്കെ ചെയ്യും. അപ്പൊ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം അല്ലേ? ശരിക്കും പറഞ്ഞ അങ്ങനെ തന്നെയല്ലേ? സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണം.
അപ്പോൾ നമ്മൾ ജോലി ചെയ്ത് പണമൊക്കെ ഉണ്ടാക്കി ഒരു 4-5 കിലോ സമാധാനം നീലേശ്വരത്ത് നിന്ന് അവിടെ മൈത്രി മെഡിക്കൽ ഷോപ്പിലെ മറ്റേ കാണും. വേറൊരു കുഴപ്പം കൂടി നിങ്ങൾ ഉണ്ടാക്കി. ഇല്ല എന്ന് പറയാൻ എന്താ ഒരു